ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഫിബിനാച്ചി റീട്രേസ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു 4 hour ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനൊരു പാരലൽ ചാനൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്പ് ട്രെൻഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് ശരിയായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ആവുന്നത് തന്നെയാണ്. അതായത് ഒരു റെസിസ്റ്റൻസ്, പിന്നീട് സപ്പോർട്ടിലേക്ക്, വീണ്ടും റെസിസ്റ്റൻസ്, വീണ്ടും സപ്പോർട്ടിലേക്ക്, വീണ്ടും റെസിസ്റ്റൻസ്, വീണ്ടും സപ്പോർട്ടിലേക്ക്, ഈ രീതിയിലുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ചെന്ന് പിന്നീട് ഒരു പുൾ ബാക്ക് ഉണ്ടാവുന്നുണ്ട് തിരിച്ച് താഴേക്ക്. ഈ പുൾ ബാക്കിനെയാണ് നമ്മൾ റീട്രേസ്മെൻറ്റ് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഈ രീതിയിൽ, ഒരു അപ്പ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഇവിടെ മൂവ് ആയിക്കൊണ്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് ഏരിയയിലേക്ക്, വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് ഏരിയയിലേക്ക്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് ഏരിയയിലേക്ക് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് എത്രത്തോളം താഴേക്ക് വരും എന്നത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഇത് ട്രേഡിൽ എങ്ങനെ ഹെൽപ്ഫുൾ ആക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളാണിത് ഈ ഒരു വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നമുക്കിവിടെ ഒരു ഡേ ചാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഡേ ചാർട്ടിൽ നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ടെത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിതൊരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഏരിയാസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പറയുന്നു. ഞാനിപ്പോൾ ഈ ഒരു ചാർട്ട് സൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡേ ടൈം ഫ്രെയിമാണ്. ഓരോ ക്യാൻഡിൽസും 1 ഡേനെയാണ് പ്രതികരിക്കുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ ഇപ്പോൾ ക്ലോസ് ആയിട്ടില്ല. ഇനി ഏകദേശം 8 മണിക്കൂർ 49 മിനിറ്റോളം ഉണ്ട്. സോ അതിന് മുമ്പുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 23-ാം തീയതി, ഇന്ന് 24-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൂൾ ബോക്സിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിബ് റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ടൂൾ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ ആപ്ലിക്കബിൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബുള്ളാണ് വരയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഒരു ഗ്രീൻ ക്യാൻഡിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പണിങ് താഴെ, ക്ലോസിങ് മുകളിൽ. അപ്പോൾ ഇത് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മൾ വരയ്ക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ 0.5 എന്നുള്ള ഒരു ഈ ഏരിയ നിങ്ങളൊരു ട്രെൻഡ് ലൈനോ അല്ലെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഏരിയ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 0.618 എന്നുള്ള ഏരിയയും നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഒരു ഗ്രീൻ ക്യാൻഡലിൽ ഇത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളവിടെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് കണക്കാക്കിയാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ എങ്ങനെ മാർക്കറ്റ് മൂവായി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡേ ടൈം ഫ്രെയിം മാറ്റി നമ്മൾ മറ്റൊരു ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിവിടെ 4 hour ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ 23-ാം തീയതിയാണ് നോക്കിയത്. 24-ാം തീയതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഏരിയനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് മൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു സപ്പോർട്ട് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു മാർക്കറ്റ് റിവേഴ്സിൽ ഒരു ഡൗൺ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ പിന്നീട് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റീസാണ് കൂടുതലായിട്ടുള്ളത്. ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കുന്നത് അതിന് മുമ്പ്, ഇപ്പോൾ 22 ഓഗസ്റ്റിൽ അന്നുണ്ടായിരുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ടൂൾ വെച്ച് എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിബ് റീട്രേസ്മെൻറ്റ് എടുക്കുന്നു. ഗ്രീൻ ആയിരുന്നപ്പോൾ നമ്മൾ താഴെ ഓപ്പണിൽ നിന്ന് ക്ലോസിലേക്ക് വെച്ചു. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാകുമ്പോൾ നമ്മളിതിൻ്റെ ഓപ്പണിൽ നിന്നും താഴേക്ക് ക്ലോസിലേക്ക് എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനോ എടുത്തിട്ട് ആ മാർക്ക് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ 0.786ഉം 0.786 മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 0.618ഉം എന്ത് ചെയ്യുന്നു, നമ്മൾ
മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ നിന്നും ടൈം ഫ്രെയിം മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളും ക്ലോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്നും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ടൂളാണ്. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയാസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മാർക്കറ്റിലെ പുൾ ബാക്ക് റിട്രേസ്മെൻറ്റ് ഏരിയാസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൗൺ ട്രെൻഡിലേക്ക് പോയിരിക്കുന്ന മാർക്കറ്റ് പിന്നീട് ഒരു പുൾ ബാക്ക് ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം മുകളിലേക്ക് പോകും, അതുപോലെ തന്നെ ഒരു അപ് ട്രെൻഡിലുള്ളത് ഒരു പുൾ ബാക്ക് ഉണ്ടാകുമ്പോൾ ഡൗൺ ആകുമ്പോൾ അത് എത്രത്തോളം ഡൗൺ ആകും എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ടൂളാണിത്.